ഈശ്വര, ഇതെന്തൊരു ഗതികേടാ. 25,000 രൂപ അയച്ചു. ഇനി ആകെ എന്റെ അക്കൗണ്ടിൽ 500 രൂപ. മോളെ, എടി, ആ ശ്യാമയും വസുന്ധരയെടുത്തി അമൃതയും കാണാനില്ല. കാണാനില്ലേ? ഞാൻ എവിടെല്ലാം നോക്കിയെന്നോ, ആരെയും കാണാനില്ല. അത് പിന്നെ അവര് പെട്ടെന്ന് എവിടെ പോവാനാ? എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞൂല്ല. എന്തായാലും 3 ആളും ഈ പരിസരത്തില്ല. വന്ന കാറും കാണാനില്ല. എവിടെ പോയി? ആർക്കറിയാം, ഒരു കണക്കിന് രക്ഷപ്പെട്ടു എന്ന് പറയാം. നമ്മുടെ കള്ളം പൊളിഞ്ഞില്ലല്ലോ. അതൊന്നും പേടിക്കണ്ട, കള്ള റിപ്പോർട്ട് ഞാൻ സംഘടിപ്പിച്ചു. കള്ള റിപ്പോർട്ടോ? ദാ മമ്മി ഇതൊന്ന് നോക്ക്. കള്ള സ്കാനിംഗ് റിപ്പോർട്ട്. ഇതെങ്ങനെ? അതൊക്കെ പറയാം. അത് ഞാൻ മായ ഒന്ന് വിളിക്കട്ടെ. ഐശ്വര്യ, ലേഖ വിളിച്ചിരുന്നു. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. താങ്ക്സ് മായ, എല്ലാത്തിനും താങ്ക്സ്. ഏയ്, ഇതൊക്കെയല്ലേ മനുഷ്യര് തമ്മിലുള്ള ഒരു പരസ്പര സഹായം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ കൂടി രക്ഷപ്പെട്ടു. ഇനി നിനക്ക് ആ വീട്ടിൽ തലയുയർത്തി നിൽക്കാലോ, അല്ലേ? അത് ശരിയാ. പക്ഷേ വസുന്ധരാമയും ശ്യാമയും അമൃതയെടുത്തി ഒന്നും ഇവിടെ കാണുന്നില്ല. കാണില്ലേ? അവരെവിടെ പോയി? മമ്മി ഇവിടെ എല്ലാം നോക്കി. ഞങ്ങള് വന്ന കാറും കാണുന്നില്ലെന്നാ പറയുന്നത്. പിന്നെ ഒന്നും നോക്കാനില്ല, അവര് തിരിച്ചു പോയതാ. ഞങ്ങളെ കൂട്ടാതെയോ? പാവങ്ങള് നാണം കെട്ടുള്ള പോക്ക. എന്തോ സംശയത്തിന്റെ പേരിലല്ലേ ഐശ്വര്യ ഹോസ്പിറ്റലിലേക്ക് പിടിച്ചോണ്ട് വന്നേ? ഇപ്പൊ അവരുടെ സംശയം എല്ലാം തീർന്നു. നാണം കേട്ട് ഓടിപ്പോയതാ. ഇത് വിശ്വസിക്കാമോ? വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. നാണം കേട്ട് ഓടിപ്പോയതാ. രക്ഷപ്പെട്ടു. ഐശ്വര്യ സ്കാനിംഗ് റിപ്പോർട്ടുമായി തല ഉയർത്തി നേരെ ആനന്ദ നിലയത്തിലേക്ക് കയറിപ്പോ. അവിടെ എല്ലാവരും ഈ റിപ്പോർട്ട് കണ്ട് നാണിക്കട്ടെ. ഒന്നും ആലോചിക്കാനില്ല, ഞാനല്ലേ പറയുന്നേ. ഐശ്വര്യ, മമ്മിയെ വിളിച്ചു പോയിക്കോ, വേഗം ചെല്ല്. ശരി മായ, വിളിക്കാം. മായ പറഞ്ഞത് ശരിയാ. എന്റെ ബുദ്ധി ഫലിച്ചു. ശ്യാമയും വസുന്ധരാമയും അമൃതയടത്തിയും കൂടി ഓടിപ്പോയതാ. പാവങ്ങള് എന്റെ മുന്നിൽ തോറ്റുപോയി. കാർ ദേ കിടക്കുന്നു. അവരെത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാ. മമ്മി, ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ആ ശ്യാമയും വസുന്ധരാമയും എന്ത് വേലത്തര നമ്മളോട് കാണിച്ചത്. വളരെ കൂളായിട്ട് കാർ എടുത്തോണ്ടെങ്കിൽ പോന്നു. നമ്മള് ഓട്ടോയിലും. ഈ സ്കാനിംഗ് റിപ്പോർട്ട് കൈ തന്നെ ഉണ്ടല്ലോ. ഇത് വെച്ചാ ശ്യാമയൊന്ന് വരട്ടണം. അവളാ മറ്റുള്ളവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നേ. ശരിക്കും അവൾക്ക് 2 മുഖം. നമ്മുടെ മുമ്പിൽ സത്യസന്ധയും പാവവുമായിട്ട് അഭിനയിക്കും. എന്നിട്ട് അവിടുന്ന് മാറിയാ ഉടൻ തനി സ്വഭാവം എടുക്കും. അപ്പം നമുക്കെതിരെ കുറ്റവും കുത്തിത്തിരിപ്പും തുടങ്ങും. എല്ലാത്തിനും ചേർത്ത് ശരിക്കും അവൾക്കിന്നൊരു പണി കൊടുക്കണം. ഇത് കണ്ടോ മമ്മി? ഇത് ശരിക്കും എന്റെ ബുദ്ധിയാ. അത് ശരിയാ. പക്ഷെ എന്റെ മോളെ, ഞാൻ ശരിക്കും പെട്ടുപോയെന്നാ കരുതിയത്. എന്നെ എല്ലാരും കൂടി ബഹളം വെച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഞാനൊന്ന് പതറി. പിന്നെയല്ലേ എന്റെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത്. അതായി കള്ള സ്കാനിംഗ് റിപ്പോർട്ട്. മോള് വാ, ഈ സ്കാനിംഗ് റിപ്പോർട്ട് വെച്ച് ഇവിടെ നിന്നെ സംശയിച്ച എല്ലാവരെയും നമുക്കിന്ന് പൊളിച്ചടുക്കണം. നീ വാ. ഇത് എന്റെ ബാഗാണല്ലോ.
ഇതാരും ഇവിടെ എടുത്തു വെച്ചേ? അയ്യോ, ഇതെല്ലാം എന്റെ ബാഗുകളാണല്ലോ. ഇതെങ്ങനെ മോളിരുന്ന ബാഗല്ലേ ഇവിടെ വന്നു? ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മമ്മി. ഞാൻ പറഞ്ഞില്ലേ, ആ ശ്യാമ, ഇതും അവളുടെ വേലത്തരങ്ങളാ. അവളെ വെറുതെ വിടാൻ പാടില്ല. ഇന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. എന്നാലും ഇതെല്ലാം ഇവിടെ വന്നത് എങ്ങനെയാ? മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും താനെ ഹാളിലേക്ക് വന്നതല്ല, എല്ലാം അവിടെ എടുത്ത് വെച്ചതാ. എന്താ അമ്മ ഇതൊക്കെ? എന്റെ ബാഗും പെട്ടികളൊക്കെ എന്തിനാ അരുൺ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നെ? ഇതിന് ആരാ അരുണിന് ലൈസൻസ് കൊടുത്തേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അരുൺ ഒറ്റയ്ക്ക് എടുത്തു വെച്ചതല്ല, ഞങ്ങൾ എല്ലാരും കൂടി എടുത്തു വെച്ചതാ. എന്തിന്? ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ബാഗൊക്കെ എടുത്ത് പുറത്തു വെച്ചത് എന്തിനാ? വിഷമിപ്പിക്കാനോ? വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനെ കൂടി വേദനിപ്പിക്കാനോ? എന്റെ വയറ്റിലുള്ളതേ നിങ്ങളുടെ അരുണ്ട കുഞ്ഞ, അത് മറക്കണ്ട. അച്ഛാ, എന്താ ഇതൊക്കെ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലേ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എന്തു മനസ്സിലായി? എന്തു മനസ്സിലായെന്നാ ചോദിച്ചേ? നിങ്ങൾ ഇനി വീട്ടിലൊരു അക്ഷരം വേണ്ടി പോകരുത് കേട്ടല്ലോ. എന്താ മിണ്ടിയാല്? എന്റെ മമ്മിക്ക് അതിനുള്ള അവകാശമില്ലേ? സ്വന്തം മോള് താമസിക്കുന്നിടത്ത് എന്റെ മമ്മിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാ മതി. അരുണേ, വേണ്ട. ഇനി ഇവളോട് സംസാരിച്ച സമയം കളയണ്ട. നമ്മൾ തീരുമാനിച്ച ചടങ്ങുകളിലേക്ക് കടക്കാം. ചടങ്ങ്? ആദ്യേട്ടാ, ഇത് കണ്ടോ? ആ, അമൃതേർത്തിയും കണ്ണു തുറന്ന് കാണ്. സ്കാനിംഗ് റിപ്പോർട്ടാ ഇത്. ഇത് നോക്കിയിട്ട് മറുപടി പറ. വേണ്ട, ഇതിന്റെ ആവശ്യം ഇനി ഉണ്ടാവും തോന്നുന്നില്ല. അതെന്താ? ഇവിടെ ചിലർക്കൊക്കെ സംശയമുള്ളത് പോലെ തോന്നി. അതാ സ്കാനിംഗ് റിപ്പോർട്ട് കാണിച്ചത്. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്താ ഇങ്ങനെ വീഴ്ച നിൽക്കുന്നേ? ഇപ്പൊ എല്ലാവർക്കും വിശ്വാസം ആയില്ലേ? എന്നെയും മമ്മയും നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എല്ലാരും കൂടെ എന്താ ചെയ്തേ? ഞങ്ങളെ അവിടെ തള്ളിക്കളഞ്ഞ് എല്ലാരും സുഖമായിട്ട് കാറിൽ ഇങ്ങ് പോന്നു. അമൃതേർത്തി പോലൊരാളിൽ നിന്ന് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു ഗർഭിണിയോട് ആരും ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല,
ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആരും എന്തൊന്നും മിണ്ടാത്തെ? ഓട്ടോ നിങ്ങൾ മമ്മിയും മോളും കൂടി വിളിക്കുന്നോ അതോ അതും ഞങ്ങൾ വിളിച്ചു തരണോ? എന്തിന്? ഈ പെട്ടിയും ബാഗുമായിട്ട് ഇവിടുന്ന് പോവാൻ. അതെ, വിലപിടിപ്പുള്ള ബാഗേജ് അല്ലേ, ഇനി ഇതിവിടെ സൂക്ഷിച്ച പറ്റില്ല. അതിനുള്ള അടച്ചുറപ്പൊന്നും ഈ വീട്ടിനില്ല. അതാ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. വേഗം ഇതെല്ലാം എടുത്തിട്ട് രണ്ടാളും ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. വേഗം വേണം. അല്ലമ്മേ, എന്തായി പറഞ്ഞു വരുന്നേ? എന്നെയും മമ്മിയും രണ്ടാളും എത്രയും പെട്ടെന്ന് ഈ വീടിന് പുറത്തു പോകണമെന്നാ. എവിടെ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും മമ്മിയും മോളും ഇനി ഈ വീട്ടിൽ പറ്റില്ല. ഈ വീട്ടിൽ പറ്റില്ലേ? അതെന്താ? എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ വെറുതെ നിന്ന് അഭിനയിക്കുന്നത്? എല്ലാവർക്കും മനസ്സിലായി. ഇനിയെങ്കിലും ഈ കള്ള അഭിനയം ഒന്ന് നിർത്തുവോ? ഇതൊന്നും ഇനി ഇവിടെ വില പോവില്ല. ഞാൻ അപ്പോഴേ എന്താ മോളോട് പറഞ്ഞേ? എല്ലാത്തിനും ചരട് വലിക്കുന്ന ഇവളാ, ഈ ശ്യാമ. എടി, ദാ ഇത് നോക്ക്. നിന്നെ പോലെ ശരിക്കും ഗർഭിണി തന്നെയാ ഞാനും. ആ സ്കാനിംഗ് റിപ്പോർട്ട് റെഡിയാക്കി തരാൻ ടെക്നീഷ്യൻ എത്ര രൂപയാ കൊടുത്തേ? അതാദ്യം പറയും. ദാ, ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്കാനിംഗ് റിപ്പോർട്ട്. ഇത്രയും നാളും പ്രഗ്നൻസിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ മമ്മിയും മോളും കൂടി ഇവിടെ എല്ലാവരെയും പറ്റിക്കായിരുന്നു അല്ലേ? എന്റെ ഈശ്വര, എന്റെ ഭഗവാനെ, ഈ ശ്യാമ ഇത് എന്തൊക്കെയാ പറയുന്നേ? എന്റെ അമൃതയെടുത്തിയെങ്കിലും വേണ്ട. കള്ളഗർഭ അഭിനയം ഒരുമാതിരി കടന്ന കൈയായിപ്പോയി. കഷ്ടമുണ്ട്. അതെ, മതി മമ്മിയുടെ മോടെ അഭിനയം. രണ്ടാളും വേഗം ഇവിടുന്ന് സ്ഥലം വിടണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. ഇല്ല, ഇത് ചതിയാണ്. ശ്യാം ഇവിടെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടതാ. അതല്ല യഥാർത്ഥ സ്കാനിംഗ് റിപ്പോർട്ട്. ദേ ഇതാ. അത് ശ്യാമ ആർക്കോ ക്യാഷ് കൊടുത്തുണ്ടാക്കിയതാ. കള്ള സ്കാനിംഗ് റിപ്പോർട്ടാ അത്. സമ്മതിക്കില്ല, ഞാനിത് സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. ശ്യാമയുടെ വാക്ക് കേട്ട് ഞാൻ പോവില്ല. മമ്മി, ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നെ ഇറക്കി വിടാൻ പറ്റില്ല. ആഹാ, അതൊന്ന് കാണണമല്ലോ. മമ്മി വാ, മമ്മി ഇരിക്കെ. ശ്യാമെ വിശ്വസിക്കരുത്. അവൾക്ക് മാത്രമേ ഗർഭമുള്ളൂ എന്ന് വരുത്തി തീർക്കാനുള്ള പ്ലാനാ. എല്ലാവരുടെയും സ്നേഹവും സിമ്പതിയും തനിച്ചങ്ങ് പിടിച്ചു പറ്റാം. ഞാൻ അതിന് സമ്മതിക്കില്ല.
അമൃത അമൃതയെടുത്തി അമ്മ ഇതെവിടേക്കാ പറഞ്ഞു വിട്ടത്? ഈശ്വര, എന്റെ നാടകമെല്ലാം പൊളിഞ്ഞെന്നാ തോന്നുന്നേ. ശ്ശോ, എല്ലാവരും ദേഷ്യത്തിലാ. എന്ത് വന്നാലും എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണം, അല്ലാതെ ഞാനും മമ്മി എവിടെ പോവാനാ? ഡോക്ടർ, ഈശ്വര, ഇതിപ്പോ എന്നെ ചെക്കപ്പ് ചെയ്ത ഡോക്ടറല്ലേ? ഇവരെന്താ ഇവിടെ? ഈ ആളെ പരിചയമുണ്ടോ? ഈ ഡോക്ടറെ അറിയുമോന്നാ ചോദിച്ചത്. മനസ്സിലായി. ഐശ്വര്യ ഇപ്പൊ ചെക്കപ്പ് ചെയ്ത ഡോക്ടർ. അക്കാര്യത്തിൽ ഇനി ഐശ്വര്യക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഈ ഡോക്ടറാ. ഡോക്ടർ, ഈ സ്കാനിംഗ് റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണെന്ന് ഇവള് പറയുന്നത്. ഡോക്ടർക്ക് ക്യാഷ് തന്ന് ശ്യാമ നേടിയെടുത്തതാണെന്നാ മമ്മിയുടെ മോളുടെ വാദം. ഐശ്വര്യയുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ടാ ജെനുവിൻ എന്നാ പറയുന്നേ. എവിടെ ആ സ്കാനിംഗ് റിപ്പോർട്ടിങ് എടുക്ക്. അത് വേണ്ട. അതെങ്കിൽ തരൂ. ഇത് തരില്ല. ഐശ്വര്യ, അതിന് തരാൻ. ഐശ്വര്യ, തരില്ല. തരാൻ. എടീ, അതിന് തരാൻ. എന്നോടല്ലേ പറഞ്ഞു തരാൻ. ഇതാ ഡോക്ടർ.